ഹായ് ഓൾ, എല്ലാവർക്കും സൈലത്തിന്റെ IT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് SSLC പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ പ്രാക്ടിക്കൽ വീഡിയോകളും നമ്മുടെ ഈ ഒരു ചാനൽ ലഭ്യമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ ആനിമേഷൻ ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. നമുക്കറിയാം നമ്മുടെ SSLC ITക്ക് പഠിക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് ആനിമേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കുന്നത്. അത് ചലിക്കും ചിത്രങ്ങൾ എന്ന മലയാളം മീഡിയത്തിലും മൂവിങ് ഇമേജസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആനിമേഷൻ വീഡിയോകൾ തയ്യാറാക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ പറയുന്നത്. ഇതേപോലെ SSLC IT പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് വീഡിയോകൾ തയ്യാറാക്കിയിരിക്കുന്നതാണ് അല്ലേ. അപ്പം നമുക്കറിയാം സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആനിമേഷൻ തയ്യാറാക്കുന്നത് അല്ലേ. ആനിമേഷൻ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടൂളുകളും ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ആ സോഫ്റ്റ്വെയർ തുറക്കുന്ന ക്രമം ഞാൻ ആദ്യം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. ആ ക്രമം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓർമ്മിച്ചുകൊണ്ട് ആ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നോക്കൂ, ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, സിൻഫിക്സ് സ്റ്റുഡിയോ, ഈ ക്രമത്തിലാണ് നമ്മൾ സിൻഫിക്സ് സ്റ്റുഡിയോ തുറക്കുക. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ, ഏതൊരു സോഫ്റ്റ്വെയർ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സോഫ്റ്റ്വെയർ കൃത്യമായി തുറക്കുന്ന സ്റ്റെപ്പുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർക്കുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ട് വരാം. ജസ്റ്റ് നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ സെൻറ്റർ പോർഷൻ നിങ്ങൾ കാണുന്നതാണ് അതിൻ്റെ ഒരു ക്യാൻവാസ് ഏരിയ. നമുക്ക് ആവശ്യമായ ചിത്രങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഏരിയയിലാണ് വരയ്ക്കുകയും അതേപോലെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് ടൂൾ ബോക്സ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ടൂൾ ബോക്സുകളൊക്കെ നമുക്ക് ഈ ഒരു വിൻഡോയിൽ നമുക്ക് കാണാം. ഓക്കെ, നോക്കൂ, ആദ്യത്തെ ടൂൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ട്രാൻസ്ഫോം ടൂളാണ്. നമ്മൾ ഈ ടൂൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളെ അല്ലെങ്കിൽ നമ്മളിതിലേക്ക് കൊണ്ടുവരുന്ന ചിത്രങ്ങളെ നമുക്ക് ആവശ്യമായ രീതിയിൽ വലുപ്പം ക്രമീകരിക്കാനും അതിൻ്റെ സൈസ് ക്രമീകരിക്കാനും അതേപോലെ മൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോം ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ഷേപ്പ് ടൂളുകളുണ്ട്. നോക്കൂ, സർക്കിൾ ടൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നമുക്ക് വൃത്താകൃതിയിലുള്ള ഷേപ്പുകൾ വരയ്ക്കാൻ, സർക്കിൾ ഷേപ്പുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സർക്കിൾ ടൂൾ ഉപയോഗിക്കുന്നത്. അതേപോലെ മറ്റൊരു ടൂളാണ് റെക്റ്റാങ്കിൾ ടൂൾ എന്ന് പറയുന്നത്. നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പുകൾ, സ്ക്വയറുകൾ, ചതുരം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെക്റ്റാങ്കിൾ ടൂളുകൾ ഉപയോഗിക്കുന്നത്. അതേപോലെ മറ്റൊരു ടൂളാണ് സ്റ്റാർ ടൂൾ. ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചെയ്ത ഒരു പ്രവർത്തനം നമുക്ക് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അതേപോലെ മറ്റൊരു ടൂളാണ് ഗ്രേഡിയൻ്റ് ടൂൾ അല്ലേ. നമ്മൾ ഇങ്ക്സ്കേപ്പ് പഠിച്ച സമയത്ത് നിങ്ങൾ ഗ്രേഡിയൻ്റ് എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒന്നിലധികം കളറുകൾ ലയിച്ച് ചേരുന്ന രീതിയിൽ വരുന്നവയാണ് നമുക്ക് ഗ്രേഡിയൻ്റ് ടൂൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ച് കളറുകൾ നൽകാൻ കഴിയും. അപ്പോൾ ഇവയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഈ സോഫ്റ്റ്വെയറിനകത്തുള്ള ടൂളുകൾ. ഇനി നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം നോക്കൂ, ഇവിടെ നിങ്ങൾക്കൊരു കളർ പാലറ്റ് കാണാൻ കഴിയും. നമുക്ക് ഈ ചിത്രത്തിലേക്ക് ആവശ്യമായ കളറുകൾ നമ്മൾ ഈ ഒരു ഫിൽ കളർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ കളർ പാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കഴിയും? ഇവിടെ ബേസിക് കളേഴ്സ് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ കളറുകൾ കാണാൻ കഴിയും. നോക്കൂ, ഇവിടെ വാല്യൂ 100%, മുഴുവൻ വാല്യൂ, എല്ലാം വാല്യൂ 100 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് കളർ കിട്ടും. അതേപോലെ എല്ലാത്തിൻ്റെയും വാല്യൂ 0 വരുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് കളർ കിട്ടും. ഇത് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കളർ കാര്യങ്ങളാണ് അല്ലേ. അതേപോലെ നമുക്ക് റെഡ് കളറാണ് വേണ്ടെങ്കിൽ റെഡ് മാത്രം 100% ആക്കിയാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കളറുകൾ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു കളർ പാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ടൂൾ ബോക്സിൻ്റെ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രെയിമുകളുടെ എണ്ണം കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും അല്ലേ. നോക്കൂ, നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത് 0 ഫ്രെയിമാണ്. നമുക്കറിയാം ആനിമേഷൻ്റെ ബേസിക് തന്നെ എന്താണ്? ചിത്രങ്ങൾ വേഗത്തിൽ ചലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഫ്രെയിമും ഓരോ ചിത്രങ്ങളാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു സിൻഫിക്സ് സ്റ്റുഡിയോയിൽ ആകെ നമുക്ക് 120 ഫ്രെയിമുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഇത് തിയറി പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് ഇൻ സിൻഫിക്സ് സ്റ്റുഡിയോ എത്രയാണ്? 120 ഫ്രെയിംസ് ആണ്. നമുക്ക് ആകെ 120 ഫ്രെയിമുകളാണ്. ആ ഫ്രെയിമുകളുടെ എണ്ണം കാണിക്കുന്ന പാരാമീറ്ററാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതേപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ വരയ്ക്കുന്ന ഷേപ്പുകൾ അല്ലെങ്കിൽ നമ്മൾ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഏതൊക്കെ ചിത്രങ്ങളാണ് ഉള്ളത് ആ ലെയറുകൾ കാണിക്കുന്ന ഒരു ഏരിയയാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ലെയറുകളെ ഡിലീറ്റ് ചെയ്യാനും അതേപോലെ നോക്കൂ, ഒന്നിൽ കൂടുതൽ ലെയറുകൾ ഉണ്ടെങ്കിൽ ആ ലെയറുകളെ അറേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നാണ് കഴിയുക. ഓക്കെ, അപ്പോൾ ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ഒരു ആനിമേഷൻ്റെ ബേസിക് ഫോം തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം.
അപ്പോൾ സിൻഫിക് സ്റ്റുഡിയോ തുറക്കുന്ന ക്രമം എല്ലാവരും പഠിച്ചതാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് രാത്രിയിൽ ആകാശത്തിലൂടെ ചലിച്ചു നീങ്ങുന്ന ഒരു മൂൺ അല്ലേ, ഒരു ചന്ദ്രൻ ചലിച്ചു നീങ്ങുന്ന ഒരു ബേസിക് ഫോം പഠിച്ചുകൊണ്ടാണ് നമ്മൾ ആനിമേഷൻ പഠിക്കുന്നത്. ഇതേ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് മറ്റ് പ്രൊജക്റ്റുകൾ പരീക്ഷയ്ക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിക് ഫോം നമുക്കിവിടെ ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നൈറ്റാണ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് ഇതിന് ആദ്യം അതിനൊരു ബാക്ക്ഗ്രൗണ്ട് നിർമ്മിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് കളറിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്ക് വരയ്ക്കാം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിൽ കളർ ഇവിടെ എല്ലാ കളറിൻ്റെയും വാല്യൂ 0 ആക്കിയാൽ നമുക്ക് ഏത് കളർ കിട്ടും, ബ്ലാക്ക് കളർ കിട്ടും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ അതിലാക്കി അതിനുശേഷം റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഈ സ്ക്രീൻ മുഴുവനാകുന്ന രീതിയിൽ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ബ്ലാക്ക് കളറിലുള്ള റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏത് കളറാണോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആവശ്യമുള്ളത് ആ കളറിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് വേണ്ടതാണ് വൈറ്റ് കളറിലൊരു മൂണാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സർക്കിൾ ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു ചെറിയ സർക്കിൾ വരയ്ക്കാം. അത് നമുക്ക് ഏത് കളറിലാണ് വേണ്ടത്, വൈറ്റ് കളറിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഫിൽ കളറിൽ ക്ലിക്ക് ചെയ്യുന്നു, ആവശ്യമായ കളറിലേക്ക് വരികയാണ് അല്ലേ. എല്ലാ കളറും 100% ആയി കഴിഞ്ഞാൽ ഏത് കളർ നമുക്ക് കിട്ടും, വൈറ്റ് കളർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കളറുള്ള ഒരു സർക്കിൾ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നോക്കൂ, ഇവിടെ നോക്കൂ, റെക്റ്റാങ്കിൾ ഷേപ്പ്, സർക്കിൾ ഷേപ്പ്, നമ്മൾ വരച്ച ഷേപ്പുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് കുറച്ച് സ്റ്റാറുകൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റാറുകൾ വരയ്ക്കാം. അത് വൈറ്റ് കളറിലാണെങ്കിൽ വൈറ്റ് കളറിൽ വരയ്ക്കാം. ഏത് കളറിലാണോ വേണ്ടത് ആ കളറിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രങ്ങളെ വരയ്ക്കാൻ കഴിയും. നോക്കൂ, ഇനി നമുക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ടൂൾ ഉപയോഗിക്കാം, ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് ഇവിടെ നോക്കൂ, ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ സെൻട്രലിൽ കാണുന്ന ഗ്രീൻ കളർ നോഡാണ് നമ്മൾ അതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രീൻ കളർ നോഡ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ ചിത്രങ്ങൾ നമുക്ക് ആവശ്യമായതുപോലെ ക്രമീകരിച്ച് വെക്കാൻ കഴിയും. ഓക്കെ, തൊട്ട് പുറത്ത് കാണുന്ന നോഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ വലുപ്പം ക്രമീകരിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പക്ഷി പറന്നു പോകുന്ന വീഡിയോ ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു വിമാനം പറന്നു പോകുന്ന വീഡിയോ ആണെങ്കിൽ എന്തായിരിക്കും, ആദ്യം ആ ഒബ്ജക്റ്റ് വളരെ വലുതായിട്ടാണ് ഉണ്ടാകും, പിന്നീട് എന്ത് ചെയ്യും, അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ചെറുതായിട്ട് വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒബ്ജക്റ്റുകളുടെ വലുപ്പം ക്രമീകരിക്കാനൊക്കെ നമുക്ക് ഏത് ടൂൾ ഉപയോഗിക്കാം, ഈ നോഡ് ഉപയോഗിച്ച് നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആനിമേഷൻ തയ്യാറാക്കുന്ന സമയത്ത് ഏതൊക്കെ ഒബ്ജക്റ്റുകളാണോ നമുക്ക് സ്ക്രീനിൽ വേണ്ടത് ആ ഒബ്ജക്റ്റുകളെയൊക്കെ സ്ക്രീനിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യണം. ഇതാണ് ആനിമേഷൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ആനിമേഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം ആനിമേഷൻ ചെയ്യണമെങ്കിൽ ഏത് മോഡിലേക്ക് നമ്മൾ മാറണം, ആനിമേഷൻ മോഡിലേക്ക് മാറണം. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഇവിടെ. ഈ ടൂൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കണം. കാരണം തിയറി പരീക്ഷയ്ക്ക് ഈ ടൂളിൻ്റെ ചിത്രം തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ എന്ത് ചെയ്യുന്നു, ആനിമേഷൻ മോഡ് ഓൺ ചെയ്യുന്നു. ആനിമേഷൻ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്രീനിന്, ഈ ക്യാൻവാസിന് ചുറ്റും നിങ്ങൾക്കൊരു റെഡ് ബോക്സ് വന്നിട്ടുള്ളത് കാണാം. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ആനിമേഷൻ മോഡ് ഓൺ ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ നോക്കൂ, നേരത്തെ ഗ്രീൻ കളറിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഹ്യൂമൻ ഷേപ്പ്, ആളുടെ ഷേപ്പ് എന്തായിട്ട് മാറി, റെഡ് കളറിൽ മൂവിങ് ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആനിമേഷൻ മോഡ് ഓൺ ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ആകെ നമുക്ക് 120 ഫ്രെയിമുകളാണ് ഉള്ളത് പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ഈ വരയ്ക്കുന്നതൊക്കെ എവിടെയാണ്, 0 ഫ്രെയിമിൽ, 0 ഫ്രെയിമിൽ, ആദ്യത്തെ ഫ്രെയിമിലാണ് നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ ഉള്ളത് അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം, ഏറ്റവും അവസാനത്തെ ഫ്രെയിമിൽ എത്തുന്ന സമയത്തേക്ക് ഈ ഒബ്ജക്റ്റുകൾക്കൊക്കെ മാറ്റം വരണം. അപ്പം നമ്മൾ ചെയ്യേണ്ടതാണ്, ആദ്യം നമ്മൾ ഏത് ഫ്രെയിമിലാണോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, മാറ്റം വരേണ്ടത്, ആ ഫ്രെയിമിലേക്ക് പോകും അല്ലേ. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഫ്രെയിമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എത്രയാണ് ലാസ്റ്റ് ഫ്രെയിം, 120F അല്ലേ, 120 ഫ്രെയിമുകളാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫ്രെയിമുകളുടെ എണ്ണം നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം, ആ 2 വഴി നമുക്ക് പഠിച്ചു വെക്കാം അല്ലേ. ഇവിടെ 120F എന്ന് നിങ്ങൾക്ക് മാനുവലി കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 120ാമത്തെ ഫ്രെയിമിലേക്ക് എത്തും. അല്ലെങ്കിലോ ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ഫ്രെയിം പാനലിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രെയിമുകളുടെ എണ്ണം ഇതേപോലെ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ എത്രയെത്തി, 120ാമത്തെ ഫ്രെയിമിലെത്തി, അതായത് ഏറ്റവും ലാസ്റ്റ് ഫ്രെയിമിലെത്തി കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം, ലാസ്റ്റ് ഫ്രെയിമിൽ നമ്മളുടെ മൂൺ അല്ലേ, ഈ നമുക്ക് എന്ത് ചെയ്യണം, ഏറ്റവും ഈ ഒരു സൈഡിലേക്ക് വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് നമ്മളുടെ മൂൺ എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിനെ ഏറ്റവും സൈഡിലേക്ക്, നേരെ എവിടേക്കാണോ വേണ്ടത് ആ ഭാഗത്തേക്ക് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ബേസിക് ആനിമേഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്രെയിമുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒബ്ജക്റ്റുകൾ എങ്ങോട്ടാണോ മാറ്റം വരുത്തേണ്ടത് ആ രീതിയിലേക്ക് ആവശ്യമായ മാറ്റം വരുത്തും. ഇതാണ് സിൻഫിക്സ് സ്റ്റുഡിയോയുടെ ബേസിക് ഫോമുകൾ അല്ലേ. ഫസ്റ്റ് ഫ്രെയിം നമ്മൾ കൊടുക്കുന്നു, അതേപോലെ ലാസ്റ്റ് ഫ്രെയിം കൊടുക്കുക, ഇടയിലുള്ള കാര്യങ്ങൾ സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആനിമേഷൻ മോഡ് നിങ്ങൾ ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആനിമേഷൻ മോഡ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ചെയ്തത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ കാണുന്ന ഈ ഒരു പ്ലേ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ആ ആനിമേഷൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ഫ്രെയിമിൽ നിന്ന് അവസാനത്തെ ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണോ ഉള്ളത് ആ മാറ്റങ്ങളൊക്കെ നമുക്ക് അവിടെ പ്രിവ്യൂവിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ മറ്റ് ഒബ്ജക്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളോട് പരീക്ഷയ്ക്ക് വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. എല്ലാത്തിൻ്റെയും ബേസിക് ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ആ സാധനം ചിത്രം ആനിമേഷൻ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വീഡിയോ ആക്കി മാറ്റാം. അതിൻ്റെ ക്രമമാണ് പറയുന്നത്. ഫയൽ മെനുവിലെ റെൻഡർ എന്നുള്ളതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ റെൻഡറിങ് എന്നാണ് പറയും. അപ്പോൾ ഫയൽ മെനുവിലെ റെൻഡർ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ഇവിടെ ടാർഗറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ സ്ഥലത്തെയാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് കൊടുത്തുള്ളത്. നമുക്ക് നോക്കിയാൽ ചൂസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് എവിടേക്കാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് ആ ഒരു പാത്ത് നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലേ. നമുക്കറിയാം പരീക്ഷയ്ക്ക് നമ്മൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടത്? ഹോമിലെ exam10 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഫയൽ നമുക്ക് സേവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ചൂസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, ഹോമിലെ exam10 എന്നുള്ള ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _question നമ്പർ കൊടുത്തുകൊണ്ടാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത് അല്ലേ. എത്രയാണോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആ രജിസ്റ്റർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? _question നമ്പർ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണോ, നമുക്കറിയാം 4 ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക. അതിൽ ഏത് ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പേരിൻ്റെ കൂടെ നമ്മൾ വീഡിയോ ഫോർമാറ്റിലേക്കാണ് മാറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പേരിൻ്റെ കൂടെ നമ്മൾ .flv എന്ന് നമ്മൾ മാനുവലി നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഫയൽ എക്സ്റ്റൻഷൻ നമ്മളവിടെ പേര് കൊടുക്കണം. ഓർമ്മിച്ച് വെക്കുക, വീഡിയോ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് FLV ഫോർമാറ്റിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി പേരിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? .flv എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, exam10 നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടക്കം .flv എന്ന പേരിൽ ആ ഫയല് അവിടേക്ക് എവിടെയാണോ ടാർഗറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം താഴെ കാണുന്ന റെൻഡർ എന്നുള്ള ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കൂ, ഇവിടെ റെൻഡറിങ് എന്ന് നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് അല്ലേ. ആ ഫയൽ റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ആനിമേഷൻ വീഡിയോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും അല്ലേ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലേസസിലെ ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് ആ ഒരു വീഡിയോ ഫയൽ നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആനിമേഷൻ്റെ ബേസിക് ഫോം നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള മറ്റ് ആനിമേഷൻ സോഫ്റ്റ്വെയർ പരീക്ഷയ്ക്ക് വിടുന്ന ആനിമേഷൻ സോഫ്റ്റ്വെയറിലെ മറ്റ് ചോദ്യങ്ങൾ നമുക്ക് ഇതേപോലെ മറ്റ് വീഡിയോകളായിട്ട് നമ്മുടെ ചാനലുണ്ട്. അത് ഈ ഒരു ബേസിക് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ ഒരു ആനിമേഷൻ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് പഠിക്കുക. ഇതനുസരിച്ച് മറ്റ് ചോദ്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. എല്ലാവർക്കും ഈ ഒരു ചോദ്യം മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു.